അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. ഏറെ സങ്കടപ്പെടുത്തുന്ന, ഏറെ നിരാശപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇന്ന് നമുക്ക് ലഭിച്ചത്. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തിലെ 4 പേരുടെ മരണം, അതും വാഹനാപകടത്തിൽ. ഇന്ന് മിക്ക ആളുകളും, മിക്ക ചെറുപ്പക്കാരും വാഹനാപകടത്തിലാണ് മരണപ്പെട്ടു പോകുന്നത്. പടച്ച റബ്ബ് ഇതുപോലുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും കാക്കട്ടെ. ജീവിതം ഫാസ്റ്റ് ആകുന്നതോടുകൂടി നമ്മുടെയൊക്കെ മരണവും ഫാസ്റ്റായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും ധൃതി തന്നെ. ഒരു ശ്രദ്ധയുമില്ല, ഒരു കരുതലുമില്ല. അങ്ങനെയുള്ള ജീവിതമാണ് ഇപ്പോൾ ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മുൻകരുതലുകളുമില്ലാതെ അങ്ങ് നെട്ടോട്ടം ഓടുക. ഈ അടുത്തായിട്ട് തന്നെ എത്രയെത്ര ആളുകളാണ് വാഹന അപകടത്തിൽ മരണപ്പെട്ടു പോയത്. പടച്ചറബ്ബ് അവർക്കൊക്കെ മഅഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയായിരുന്നു ഇത്. മലപ്പുറം മഞ്ചേരി വെള്ളില സ്വദേശത്താണ് ജലീലിൻ്റെ കുടുംബം താമസിക്കുന്നത്. വർഷങ്ങളായി പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജലീലിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, സ്വപ്നമായിരുന്നു കുടുംബത്തോടൊപ്പം ഉംറ ചെയ്യുക എന്നത്. അങ്ങനെ വർഷങ്ങളായി പ്രവാസിയായ ജലീലിൻ്റെ അരികിലേക്ക് സന്ദർശന വിസയിൽ എത്തിയതായിരുന്നു ഭാര്യയും മക്കളും. തുടർന്ന് ഉമ്മ മൈമൂനയും ഉംറ വിസയിൽ എത്തുകയായിരുന്നു. അങ്ങനെ ഈ കുടുംബം ഉംറയൊക്കെ നിർവഹിച്ചതിന് ശേഷം മനസ്സ് നിറയെ ഭക്തിയും പ്രാർത്ഥനകളുമായി, ഒരുപാട് സ്വപ്നങ്ങളുമായി മദീനയിലേക്ക്, മുത്ത് ഹബീബിനെ ഒന്ന് കാണാൻ, അവിടെ എത്തി മനസ്സൊന്ന് തണുപ്പിക്കാൻ ഏറെ സന്തോഷത്തോടെ മദീനയിലേക്ക് തിരിച്ചതായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഒന്ന് നിശ്ചയിക്കുന്നു, പടച്ച റബ്ബ് മറ്റൊന്ന് തീരുമാനിക്കുന്നു. ചിലപ്പോൾ ഇത് പടച്ച റബ്ബ് തീരുമാനിച്ചുറപ്പിച്ച മരണമായിരിക്കാം. ചില മരണങ്ങൾ ഇങ്ങനെയാണ് ഹൈറായി മാറുന്നത്. അവരുടെ ആ ഒരു അതിയായ ആഗ്രഹം, ആ ഒരു സ്വപ്നം എന്നേക്കുമായി നിലനിർത്തുകയാണ് പടച്ച റബ്ബ് ഈ ഒരു കുടുംബത്തിന്റെ മരണത്തിലൂടെ. എന്നാൽ മദീനയിലേക്ക് തിരിച്ച ഇവർ, മദീനയിലേക്ക് എത്താൻ കിലോമീറ്റർ മാത്രം ബാക്കി നിൽക്കെ ഇവര് സഞ്ചരിച്ച GMC വാഹനം അവിടെ തീറ്റപ്പുല്ല് കയറ്റി വരുന്ന ഒരു വാഹനവുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ആ ഒരൊറ്റ നിമിഷം കൊണ്ട് അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ആ റോഡരികിൽ ഇല്ലാതായി. 4 ജീവനുകളാണ് അവിടെ പൊലിഞ്ഞു പോയത്. മദീന പ്രവാചക നഗരിയെ പുൽകാൻ പോയ ആ കുടുംബത്തിൻ്റെ യാത്ര പാതി വഴിക്ക് കണ്ണീരണിഞ്ഞു. ഒരു കുടുംബം അവിടെ ഇല്ലാതായി. ജിദ്ദ മദീന റോഡിലെ വാദി ഫറഹിലാണ് ഈ അപകടം നടക്കുന്നത്. മരണപ്പെട്ടിരിക്കുന്നത് അബ്ദുൽ ജലീൽ 52 വയസ്സ്, ജലീലിൻ്റെ പ്രിയതമ തസ്ന 40 വയസ്സ്, പൊന്നുമോനായ ആദിൽ 14 വയസ്സ്, പ്രിയപ്പെട്ട മാതാവ് മൈമൂനത്ത് 73 വയസ്സ് എന്നിവരാണ് ഈ ലോകത്തോട് വിട പറഞ്ഞ് പടച്ച റബ്ബിലേക്ക് മടങ്ങിയത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രിയപ്പെട്ടവരെ, ഇവർ മാത്രമല്ല, ഇതിലേറെ സങ്കടമായി പോയത് ആ 3 പെൺമക്കളെ ബാക്കിയാക്കിയാണ് അവർ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ജലീലിൻ്റെ 3 പെൺമക്കൾ, മാതാപിതാക്കളെയും സഹോദരങ്ങളെയും നഷ്ടപ്പെട്ട 3 പെൺമക്കൾ. അവരിതൊന്നും അറിയാതെ നിസാര പരിക്കുകളോടെ വലിയൊരു ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പടച്ച റബ്ബ് എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫയാക്കി അവിടുന്ന് സലാമത്താക്കി കൊടുക്കട്ടെ. ഇവിടെ ബാക്കിയാക്കിയ ആ പാപം മക്കളെ, ആ പെൺമക്കളെ പടച്ച റബ്ബ് തന്നെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. പടച്ച റബ്ബേ, ആ പൊന്നു മക്കളെ കരയിപ്പിക്കല്ലേ റബ്ബേ, സങ്കടപ്പെടുത്തല്ലേ റബ്ബേ. ഒന്നും അറിയാതെ അവിടെ കടക്കുകയായിരിക്കും റബ്ബേ. മാതാപിതാക്കളും സഹോദരങ്ങളും മരണപ്പെട്ടിട്ടാണുള്ളത് റബ്ബേ. നിനക്കറിയാലോ റബ്ബേ, അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ നീ അകറ്റിക്കൊടുക്കണേ റബ്ബേ. രക്ഷപ്പെട്ട 3 പെൺകുട്ടികൾ, ഒന്ന് ആയിഷ 15 വയസ്സ്, 2 ഹാദിയ 9 വയസ്സ്, പിന്നെ നൂറ 7 വയസ്സ് എന്നിവരാണ് നിസാര പരിക്കുകളോടെ ആശുപത്രിയിൽ കഴിയുന്നത്. അവരൊന്നും അറിഞ്ഞില്ല. ആശുപത്രി കിടക്കയിൽ വേദനയോടെ കഴിയുന്ന ഈ കുരുന്നുകൾ ഇന്ന് കേരളത്തിൻ്റെ തീരാ വേദനയായി മാറിയിരിക്കുകയാണ്. ജിദ്ദയിലെ പ്രവാസി സമൂഹത്തിനും മഞ്ചേരിയിലെ നാട്ടുകാർക്കും ഒരുപോലെ ആഘാതമായിരിക്കുകയാണ് ഈ ഒരു കുടുംബത്തിൻ്റെ മരണം. പ്രിയപ്പെട്ട മഞ്ചേരിയിലെ നല്ലവരായ നാട്ടുകാരെ, നിങ്ങളൊക്കെ ദുആ ചെയ്യണേ ആ കുടുംബത്തിന്, ആ ജീവിച്ചിരിക്കുന്ന ആ 3 പെൺമക്കൾക്കും. KMCC പ്രവർത്തകർ തുടർ നടപടികളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പ്രാർത്ഥനകളോടെ യാത്രയായവർ പ്രാർത്ഥനകളൊക്കെ ബാക്കിയാക്കി ആ മദീനയുടെ മണ്ണിൽ മടങ്ങാത്ത യാത്രയായി മാറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ. ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവമാക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ.
പടച്ച റബ്ബേ, ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ, നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നിനക്കറിയാലോ റബ്ബേ, ഏറെ ആഗ്രഹിച്ച് എത്തിയതായിരുന്നു റബ്ബേ മുത്ത് ഹബീബിന്റെ ചാരത്തേക്ക്. പടച്ച റബ്ബേ, ഈ മരണപ്പെട്ടവർക്ക് മുത്ത് ഹബീബിന്റെ പൊരുത്തം നീ നൽകണേ റബ്ബേ. ഒരു കുടുംബമാണ് റബ്ബേ ഇവിടെ ഇല്ലാതായത്. പാവം 3 പെൺമക്കൾ ഇവിടെ ഒറ്റക്കാണ് റബ്ബേ. പടച്ച റബ്ബേ, നീ തന്നെ അവരെ സംരക്ഷിക്കണേ റബ്ബേ. എല്ലാ സംരക്ഷണവും നീ തന്നെ നൽകണേ റബ്ബേ. നാളെ മുന്നോട്ടുള്ള ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ, റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ജീവിതത്തിന് വേണ്ടി ആരുടെ മുന്നിലും കൈനീട്ടാനുള്ള അവസ്ഥ ആ മക്കൾക്ക് നീ ഉണ്ടാക്കല്ലേ റബ്ബേ. ആരുടെ മുന്നിലും തലകുനിക്കാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കല്ലേ റബ്ബേ. ആ പൊന്നുമക്കളുടെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റിക്കൊടുക്കണേ റബ്ബേ. മാതാപിതാക്കളെ ഇല്ലാത്ത വേദന നീ അറിയിക്കല്ലേ റബ്ബേ. ക്ഷമയും സമാധാനവും ആ മക്കൾക്ക് നീ നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെയൊക്കെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.